ഹലോ ഫ്രണ്ട്സ്, വെള്ളവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ നല്ലൊരു വീഡിയോ ആണ്, നല്ലൊരു ദിവസമാണ് കേട്ടോ. നമ്മളിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നത്തെ മുതൽ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റൊക്കെ വന്നു. അപ്പോൾ നോക്കി അധികം വെളിച്ചമായിട്ടൊന്നുമില്ല, എന്നാൽ നല്ല ഇരുട്ടുണ്ട് താനും. അപ്പോൾ എൻ്റെ കൂട്ടത്തിലിട്ടോ അന്ന് സ്കൂൾ തുറന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ കണ്ണന് നേരത്തെ എൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് അപ്പോൾ തീക പിടിപ്പിക്കാൻ എന്നെ അവൻ കൂട്ടത്തിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ പഠിപ്പിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ ഞങ്ങൾ എഴുന്നേറ്റതിന് കൂട്ടത്തിൽ എഴുന്നേറ്റു. അമ്മയ്ക്ക് ചെറിയൊരു വയ്യായി ഉണ്ട്, അപ്പോൾ ഏട്ടന് കൂട്ടത്തിൽ എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ രണ്ടുപേരെ സ്കൂളിലേക്ക് വിടണം, അതിൻ്റെ ഒരു തിരക്കല്ലേ. അപ്പോൾ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റു. ഏട്ടൻ മുറ്റടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഏട്ടൻ്റെ മുറ്റടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. കണ്ണനും ഏട്ടനും കൂടി ഇരുന്നിട്ട് പാടത്തേക്കൊക്കെ നോക്കിയിരുന്നിട്ട് പല്ല് തേക്കാൻ കേട്ടോ. അപ്പോഴേക്ക് ഏകദേശം കുറച്ചൊക്കെ വെളിച്ചമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് സമയം ഒരു 6 മണി കഴിഞ്ഞു എന്ന്. പക്ഷേ 6 മണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരു 5:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നേരം വെളുക്കുമ്പോഴേക്കേ വേഗം വെളിച്ചായ പോലത്തെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്. അച്ഛനും മകനും ഭയങ്കര സംസാരത്തിലാണ്. സ്കൂളിലേക്ക് പോണതിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വണ്ടി എവിടെ വരും, എങ്ങനെ കയറണം. അങ്ങനെ സ്കൂൾ 4 വരെ സ്കൂൾ മാറിയിട്ട് അവിടെ നിന്ന് പോയി വേറെ സ്കൂളിൽ പോയി ചേർന്നിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് ആൾക്ക്. എങ്ങനെ പോവും, എന്താണ് അവിടുത്തെ ടീച്ചർമാർ. 4ാം ക്ലാസ്സിൽ നിന്ന് പോയി ആകെ 4-5 വിഷയമല്ലേ ഉള്ളൂ. ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 7 വിഷയം, ഓരോരോ ടീച്ചർമാർ. അതിൻ്റെയൊക്കെ ടെൻഷൻ ആൾക്ക് ഉണ്ട് കേട്ടോ. എന്നാലും അത് അറിയിക്കണമെന്നില്ല. രാവിലെ ഇന്ന് കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ പാടി. അപ്പോഴേക്കും ഞാൻ കറിക്കുള്ള ഉള്ളിലേക്ക് അരിയുന്നുണ്ട്. ഏട്ടൻ എനിക്ക് തേങ്ങയൊക്കെ ഏട്ടനെയാണ് എന്നും തേങ്ങ ചിലവ് കരുതുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഏട്ടൻ അത് ചെയ്തു തരാനുള്ള പ്രശ്നമൊന്നുമില്ല, പക്ഷെ കാണുന്ന ആൾക്കാർ ഇന്നത് പറയുന്നുണ്ട്. എന്തായാലും ഓരോ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാർക്ക് തീറ്റയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ കേട്ടോ. അവറ്റങ്ങളൊന്നും വിട്ടിട്ടില്ല കേട്ടോ. ഈ കോഴിയും പരുന്തും കാക്കയും നായൊക്കെ കടിച്ചുകൊണ്ട് പോവുകയുള്ളൂ. അപ്പോൾ അവറ്റങ്ങളൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അരിയൊക്കെ ഇട്ടിട്ട് നേരെ കൂട്ടിക്ക് കയറ്റി വിടും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത പണിയിലേക്ക് കടന്നു. കോഴിക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അമ്മ വന്ന് ചായയൊക്കെ വെച്ചിട്ടോ. കാശിക്കുട്ടനെ അമ്മയിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. കാശിക്കുട്ടന് രാവിലെ കുറിക്ക് എന്തെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അന്ന് ബിസ്ക്കറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആളതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മയും മകനും ഭയങ്കര സംസാരത്തിൽ നിന്ന് ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ കുളിക്ക് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത്. കുളിയൊക്കെ കഴിഞ്ഞു ഞാനും കണ്ണനും വിളക്കൊക്കെ വെച്ചു കേട്ടോ. എന്നത്തെയും പോലെ നല്ലതുപോലെ പ്രാർത്ഥിച്ചു. അപ്പോൾ കണ്ണന് സ്കൂളിലേക്കൊക്കെ പോവുകയാണല്ലോ, അതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നാളെ നേരത്തെ കുളിച്ച് എൻ്റെ കൂടെ വിളക്ക് വെക്കാനൊക്കെ കൂടി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പണിക്കാണ് പോകേണ്ടത്. നമ്മൾ കാശിക്കൂട്ട് ഇത്തിരി വൈകിട്ടാണ് കിട്ടുക. അപ്പം പാട്ടിരുന്ന് പഠിക്കാൻ കേട്ടോ. ഞാൻ ഓരോ പണികൾ അവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പാട്ട് പഠിക്കാൻ പോകണം. അപ്പോൾ കുളി കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് പായൊക്കെ വിരിച്ച് അല്ലെങ്കിൽ പാട്ടൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് കണ്ണൻ. ഇന്ന് നമുക്ക് രണ്ടാമതായിട്ട് ഉപ്പേരി കേട്ടോ. നമുക്ക് പയറുപ്പേരിയാണ്. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ കടുകും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുവിടാം. ഏകദേശം മൂപ്പായി വരുമ്പോഴേക്കും നമ്മൾ പയറൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഞാൻ അതിലേക്ക് വാടി വന്നു കഴിഞ്ഞാൽ എനിക്ക് വാരിയിടുക വേണ്ടിയിട്ടുള്ളൂ. കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുക. ഞാൻ ഏകദേശം ഇതായി വരുമ്പോഴേക്കും നമുക്ക് ആ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് പയറുപ്പേരി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ പയറുപ്പേരി ഇങ്ങനെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് അറിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെങ്ങനെയൊക്കെയാണ് വയ്ക്കണത്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ട്, കുറച്ച് കാര്യമായിട്ടൊന്നുമില്ല. മുളക് നമ്മൾ ഓൾറെഡി കീറിയിട്ടിട്ടുണ്ട്. അതിന് ലേശൊരു മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അറിയാത്തവരുണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവസാനം ആ തേങ്ങയും കൂടി ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നേരെ നമ്മൾ കടലക്കറി ഉണ്ടാക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ വെള്ളക്കടലയാണ്. അത് നമ്മൾ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അത് നേരെ നമ്മൾ കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചായിരുന്നു. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നമ്മളത് മുളക് പൊടിയൊക്കെ വെച്ച് അത് നേരത്തെ തന്നെ വാട്ടി വെച്ചായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ കടല അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ ഇന്ന് പുട്ട് കേട്ടോ. പുട്ട് എന്ന് പറയാൻ പറ്റില്ല, നേരൊക്കെ വൈകിയ കാരണം ഉതിർപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെക്കുമല്ലോ ആ ഉതിർപ്പുട്ട്. അപ്പോൾ ആ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളി വാട്ടി വെച്ച് ഉള്ളിക്ക് അത് ഇട്ട് കൊടുത്തിട്ടു. എനിക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയതാണ്. അപ്പോൾ ഇനി അതൊന്ന് 4 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി സെറ്റായിട്ടുണ്ട്. തേങ്ങ അരച്ചൊഴിക്കുക, ഒന്ന് വറുത്തിട്ട് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തു. നമ്മൾ ഇനി ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ടും ആയി വന്നിട്ടുണ്ട്. എല്ലാം ആയി വന്ന് കഴിക്കാൻ കൊടുത്തപ്പോൾ കണ്ണൻ പറയും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞോട്ട്. ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകുന്നതിൻ്റെ അതേ ഒരു ഇഷ്ടം കൊണ്ടാണ് തോന്നുന്നു. എനിക്ക് വിശക്കണില്ല, എനിക്ക് വേണ്ടാന്ന്. 10-12 മണി വരെ കഞ്ഞി കൊടുക്കണ വരെ ഇരിക്കണ്ടേ.
അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ ഫുഡ് വാരി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനും രണ്ടുപേർക്കും ഒരുമിച്ച് വാരി കൊടുത്താൽ അത് കഴിയുമല്ലോ. അപ്പോൾ ഇവന് കുറച്ച് നേരം വൈകിട്ട് പോയാൽ മതി കാശിക്കുട്ടന്. പക്ഷെ കണ്ണൻ അങ്ങനെ നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് ഏട്ടൻ ഫുഡൊക്കെ വാരി കൊടുക്കണം. ഇതിപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുകയെന്ന് വെച്ചാൽ ഇന്ന് കഴിക്കലൊന്നും കഴിയില്ല. അമ്മയുടെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അമ്മയ്ക്ക് കൊണ്ടാക്കാൻ പോകണം. കാശിക്കുട്ടനായാലും കണ്ണനായാലും രണ്ടുപേരും ഒന്ന് റോട്ടിക്ക് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവരൊന്ന് ഫുഡൊക്കെ കഴിച്ച് വന്ന് അവർക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ഒരു കാര്യം കഴിയില്ല. നല്ല മടിയാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും പോണതിന് മുന്നേ സമയം കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഫുഡൊക്കെ വാരി കൊടുത്തു. അപ്പോൾ എന്നെ ഓരോന്നും പറഞ്ഞ് ഏട്ടൻ കളിയാക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും തോന്നണ്ടാതെ എന്നെ കളിയാക്കുകയാണ്. പണികളൊക്കെ ഏകദേശം ഒരുങ്ങി എൻ്റെ പുറപ്പെടലൊന്നും കഴിഞ്ഞു. ഡ്രസ്സൊക്കെ മാറൽ കഴിഞ്ഞിട്ട് പുറപ്പെടലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചോറൊക്കെ നിറയ്ക്കുകയാണ് കേട്ടോ. ചോറും കറിയൊക്കെ നിറയ്ക്കുക. കണ്ണനും കാശിക്കുട്ടനും രണ്ടുപേർക്കുള്ള വെള്ളം കണ്ണൻ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പണി ചെയ്യാനൊന്നും എൻ്റെ കുട്ടികൾക്ക് യാതൊരു തരത്തിലൊരു മടിയില്ല കേട്ടോ. അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറയുന്നുണ്ട് എന്താണ് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഫുഡ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾ ചോറൊക്കെ ചൂടാറിയതിന് ശേഷം അടച്ചൊക്കെ വെക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ എല്ലാവരും പറയാൻ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കണ്ണൻ ആദ്യത്തെ ദിവസം പോവില്ലേ, അച്ഛൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മകന്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കരുത് നോക്കണം, അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മളും പണിക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഏട്ടൻ്റെ കയ്യിൽ പണി സാധനങ്ങളും വർക്കിംഗ് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ഓരോന്നും പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് കണ്ണവിടെ നിന്നിട്ട്. അപ്പോൾ ഏട്ടൻ എന്നെ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പണിക്ക് പോകാൻ ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് കണ്ണനും കാശിക്കുട്ടനും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പണിക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കാണുന്നവരും കാണാത്തവരൊക്കെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.